വിലാസിനി എന്ന MK മേനോന് വിശിഷ്ട ഗ്രന്ഥകാരന് ശ്രദ്ധാഞ്ജലി. മെയ് മാസം 12-ാം തീയതി സാഹിത്യ അക്കാദമിയിൽ വത്സര ടീച്ചറുടെ അധ്യക്ഷതയിൽ അന്ന് വിലാസിനി എൻഡോവ്മെന്റ് പ്രഭാഷണം ഞാനാണ് നടത്തിയത്. 15 വർഷം കഴിഞ്ഞു. അത് ഞാനിപ്പോൾ ഓർക്കുകയും അന്ന് ആധുനിക നോവൽ വിമർശനം എന്ന ഒരു വിഷയമാണ് ഞാൻ കൈകാര്യം ചെയ്തത്. നിറമുള്ള നിഴലായി ആ കാവ്യകാരൻ നമ്മുടെ മനസ്സിൽ വന്നുപോയിക്കൊണ്ടിരിക്കും. എങ്കിലും ഈ ഓർമ്മ എന്താണ്? സാഹിത്യ സൗഹൃദം എന്താണ്? NV കൃഷ്ണവാര്യർ പറഞ്ഞതുപോലെ ഞങ്ങൾ അല്പന്മാർ കാലമഴയേറ്റ് ഒരേ കാക്കിമംഗലായി ഞങ്ങൾക്കുള്ള ജീവിത ഉപായങ്ങൾ. ഇങ്ങനെയുള്ള അല്പത്വത്തിൽ നിന്ന് ഉള്ള മോചനമാണ് ഇത്തരം ഓർമ്മയുടെ വേളകളിൽ ഉണ്ടാകുന്നത്. അന്ന് ഞാൻ വിലാസിനിയെ കുറിച്ചുള്ള പ്രഭാഷണത്തിൽ KP അപ്പനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാനിതാ ജീവിത വീക്ഷണം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന മട്ടിൽ തള്ളി നിൽക്കുന്ന ബുദ്ധിജീവിയുടെ നെഞ്ച് പല മലയാള കൃതികളിലും കാണാം എന്ന് KP അപ്പൻ ചിരിച്ചു പറഞ്ഞത് അന്ന് ഞാൻ ഉന്നയിച്ചു. വംശാനുചരിതങ്ങളും ബോധധാരകളുമായ ആഖ്യാന വ്യാഖ്യാന നോവലിൽ ആകട്ടെ, അദ്ദേഹത്തിന്റെ ഇതര കൃതികളിലാകട്ടെ, അങ്ങനെ ഒരു ഭാവുകത്വത്തിന്റെ നെഞ്ചു തള്ളി നിൽക്കൽ ഇല്ല എന്നായിരുന്നു എന്റെ നിരീക്ഷണം. അല്ല, ഇന്നിപ്പോൾ ഇവിടുത്തെ വിഷയം അതാണല്ലോ. എഴുത്തുകാരൻ ഏതു പക്ഷത്ത് എന്ന വിഷയം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. വളരെ കാലം ജീവിച്ച ഒരു വിഷയമാണ്. പിന്നെ ആ വിഷയം തന്നെ സ്വയം ബോറടിച്ച് രംഗത്ത് നിന്ന് അപ്രത്യക്ഷമായി. വിപ്ലവങ്ങളും വിപ്ലവ മോഹങ്ങളുമൊക്കെ ചാമ്പലായ പുതുനൂറ്റാണ്ടിൽ പക്ഷപ്രശ്നത്തിന് വല്ല പ്രസക്തിയുണ്ടോ? എഴുത്തുകാരന്റെ പക്ഷത്തിനല്ല പ്രാധാന്യം, എഴുത്തിന്റെ അകക്കളങ്ങളിലാണ് നോക്കാനും. മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്ന വിപ്ലവ വാത്സല്യത്തിന്റെ കാലമുണ്ടായിരുന്നു. ആ വിപ്ലവ വാത്സല്യത്തിൽ നിന്നും മനുഷ്യൻ എത്ര നീചമായ പദം എന്ന അവജ്ഞാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിന് നേരെ ആർക്കും കണ്ണടയ്ക്കുവാൻ ആവില്ല. ആകയാൽ കൃതിയിൽ ആവിഷ്കൃതമായ മനുഷ്യ ഭാഗധേയം, മനുഷ്യ ചാലകശക്തി, ഹ്യൂമൻ സ്പിരിറ്റ്, അതാണ് വായനക്കാരനെ പ്രചോദിപ്പിക്കുന്നത്, ചിലപ്പോൾ വൈമുഖ്യത്തിൽ ആഴ്ത്തുന്നു. ഏതു ദുഃഖത്തിൻ നിഗൂഢ തടത്തിലൻ ചേതന ഇന്ന് ആചരിപ്പൂ കൊടും തപം
ഞാനറിവീര എങ്കിലും കാക്കുന്നു ജീവിതമാകും അനാഥശവത്തിനെ. രാമേന്ദ്രന്റെ വരികൾ. ഇരുളിലിരുന്ന് ആത്മാവിനെ മാടി വിളിക്കുന്ന ഈ കാവ്യസ്വരം വിപരീത വഴിയിലൂടെ, നിഷേധത്തിലൂടെ അർത്ഥവിധിയിൽ എത്തിച്ചേരുകയാണ്. കവി ജീവിതത്തിന്റെ പക്ഷത്താകുന്നു. ഭാവുകന് എടുത്തു വീശി വിടർത്താവുന്ന ഒരു കൊടി കവി അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. കവിയുടെ പൊതുജീവിതവും കാവ്യജീവിതവും ബന്ധിപ്പിക്കേണ്ടതില്ല എന്നൊരു വാദമുണ്ട്. കൃതി ആവിഷ്കൃത ഘടനയാണ്. അതിലെ സുകൃത ദുഷ്കൃതങ്ങൾക്കാണ് പ്രാമുഖ്യം. ഓരോ കൃതി എഴുതിക്കഴിയുമ്പോഴും ആ കർത്താവ് മരിക്കുന്നു. കൃതിയുടെ അവതാരങ്ങൾ സമം കർത്താവിന്റെ അനേകമായ മരണങ്ങൾ. ഇങ്ങനെ കർത്തൃപ്രതിഷ്ഠ നീക്കം ചെയ്യുന്ന നിലപാട് വെച്ച് നോക്കിയാലും, ഓദർ എന്ന ഒരു സങ്കല്പത്തിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ നോക്കിയാലും കൃതിക്കകത്ത് ഒരു കർത്താവിനെ പുനഃസൃഷ്ടിക്കാൻ ഭാവുകന് കഴിഞ്ഞേക്കും. പാഠവായനകളിലൂടെ, അപഗ്രഥനത്തിലൂടെ, പിന്നെ അതിന്റെ ഉത്ഗ്രഥനത്തിലൂടെ. അപ്പോഴും തെളിഞ്ഞു വരാവുന്ന ഒന്നാണ് എഴുത്തുകാരന്റെ നിലയും നിലപാട് തറയും. എന്നാൽ അങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിനു വേണ്ടിയാണോ വായന? അതോ കുട്ടികൃഷ്ണമാരാർ പറഞ്ഞ പോലെ ശബ്ദതലം, അർത്ഥതലം, ഭാവതലം എന്നിവയുടെ പ്രക്രിയയിലൂടെ സംസ്കാരതലത്തിൽ എത്തി ഉന്മീലനം ചെയ്യപ്പെടുന്നതിനായിട്ടല്ലേ നമ്മുടെ ഈ വായനകളൊക്കെ? എപ്പോഴായാലും വായനക്കാരന് സ്വന്തം പക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രം കൃതിയിൽ ചെലുത്താനും ആരോപിക്കാനും കഴിയുകയും ചെയ്യും. എഴുത്തിലും വായനയിലും നൈസർഗികമായ ഒരു കൃത്രിമം ഉണ്ട്. എന്നാൽ യന്ത്രസരസ്വതികാരനായ AI ഓദറിന്റെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓദറിന്റെ കൂടോത്രവും നൈസർഗികമായി നമ്മൾ കരുതുമോ? ഏതായാലും പ്രപഞ്ചത്തിലെ ഇനിയുള്ള ആത്യന്തിക എഴുത്തുകാരൻ അവനാണല്ലോ. അവന്റെ എഴുത്തിലെ പക്ഷം AI മാനിപ്പുലേറ്ററുടേതായിരിക്കും. യന്ത്രക്കലവറക്കാരനായ കൈകാര്യകർത്താവിന്റെ പക്ഷമായിരിക്കും അത്. ഈ മെയ് മാസം കാശ്മീരിലെ പഹൽഗാമിൽ പാക് ഭീകരർ വിനോദസഞ്ചാരികളെ അവരുടെ മതം നോക്കി വേറിട്ട് നിർത്തി ഓരോരുത്തരെയായി വെടിവെച്ചു കൊന്നു. തുടർന്ന് ഇന്ത്യ പാക് ഭീകരത്താവളങ്ങൾ തകർത്തു. നീണ്ടുനിന്ന യുദ്ധഭീഷണിയിൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ട എല്ലാ നടപടികളും സർക്കാർ കൈക്കൊള്ളുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഒരു ചോദ്യം ഉയർന്നു വന്നു. ജനതയെ ഉണർത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ബോളിവുഡിലെ ജനപ്രിയ താരരാജാക്കന്മാർ എന്തു ചെയ്യുകയായിരുന്നു? അത് അവിടുത്തെ കാര്യം, ഇവിടുത്തെ കാര്യം വേറെ, അല്ലെങ്കിൽ മറ്റൊടുത്ത കാര്യം വേറെ. എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത്? മേജർ അനിത റാത്തോർ ആണ് ഈ ചോദ്യം ഉന്നയിച്ചത്. When you choose to stay silent
in times of injustice. You are on the side of injustice. അനീതിയുടെ കാലങ്ങളിൽ നിങ്ങൾ നിശബ്ദരാകുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അതേ അനീതിയുടെ ചേരിയിലാവുന്നു എന്നാണ്. സാഹിത്യ കലാകാരനെ സംബന്ധിച്ചും ഈ ചോദ്യം പ്രസക്തമാണ്. മുണ്ടശ്ശേരി മാസ്റ്റർ എന്നേ ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. സാഹിത്യകാരൻ ഏത് ചേരി? ശൂഷിതരുടെ ചേരിയിൽ, ദരിദ്രരുടെ ചേരിയിൽ, നീതിക്ക് വേണ്ടി ഉഴറുന്നവരുടെ ചേരി. അന്ന് ഉയർന്നു കേട്ട ഒരു ശബ്ദം, എങ്ങു മനുഷ്യരു ചങ്ങല കൈകളിൽ അങ്ങനെ കൈകളുണ്ടീടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു. എൻ വി കൃഷ്ണവാര്യരുടെ വരികൾ. ഇങ്ങനെയുള്ള വൈകാരികമായ ഐക്യവും അവരോടൊത്തുള്ള മോചന പ്രവർത്തനങ്ങളുമാണ് ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ടത്. അപ്പോൾ കലാകാരൻ, സാഹിത്യകാരൻ, കവി എവിടെ നിന്ന് ഉദിച്ചുദിച്ചു വരുന്നു? ആത്മവക്തയിൽ നിന്ന്, ആത്മാർത്ഥതയിൽ നിന്ന്. അതില്ലാത്തവരെ ചുറ്റും കാണാനും ഉണ്ട്. നാളെയുടെ പാട്ട് ഞാൻ പാടിയില്ലേ, തരൂ നാണയം, ഇതാണ് എന്റെ സ്വാതന്ത്ര്യ ഗായകൻ. വിനയമൊരു നയമാക്കി മേൽമുണ്ടിനറ്റത്തു കസവുചിരി തുന്നുന്നു ധർമ്മപ്രചാരകൻ. ദേഹം ഇത് അനിത്യം, അതിനാൽ ദേഹി നിൻ സുഖം എന്ന് സ്നേഹപ്രവാചകൻ. ആത്മാർത്ഥതയുടെ അഭാവത്തിൽ, സിൻസറിത്തയുടെ അഭാവത്തിൽ എല്ലാ ചിന്തകളും വികാരങ്ങളും ആവിഷ്കാരങ്ങളും വ്യർത്ഥമായി പോകുന്നുവെന്ന് ധ്വനിപ്പിക്കുന്നു ഈ വിപരീത വാണി. അയ്യപ്പണിക്കരുടെ വരികളാണ്. നിസ്സംഗമായി നോക്കിക്കാണലും അതിലൂടെ നേടുന്ന സത്യ സൗന്ദര്യങ്ങളെ നർമ്മമധുരമായി കടുത്ത വാക്കുകളിൽ ബിംബാത്മകമായി സന്നിവേശം ചെയ്യലും ഒരു എഴുത്തുകാരന്റെ പക്ഷമാണ്. ചൂഷകന്റെയോ ചൂഷക ഭരണകൂടത്തിന്റെയോ നേരെ മാത്രമല്ല കവി തിരിയുന്നത്. സ്വന്തം നെഞ്ചിലെ കെട്ടകാലത്തെയും ആ കെട്ടകാലത്തിന്റെ കാരണഭൂതന്മാരെയും കവി കുത്തിമലർത്തുന്നുണ്ട്. വൈലോപ്പിള്ളി, എൻ ഹൃദയ കഠാരിയെ നിൻ നെഞ്ചിലാഴ്ത്തി തറപ്പൂ ഞാൻ നീച്ച. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ചുകേറി ഞാൻ നേരിനെ കാട്ട. പട്ടടയ്ക്കായി മൂഢഹാസത്തിൽ പട്ടിൽ പൊതിഞ്ഞെന്തിനു വെപ്പു. ചോര ചിന്തി തുറന്നു ഞാൻ കാട്ടാം, നേരി നിന്നി തിളങ്ങുമൻ ചിത്തം. ഇവിടെയാണ് എഴുത്തുകാരന്റെ ഉൾനില പോരാളിത്തം എന്ന നിലപാടിന്റെ പ്രസക്തി. ക്രിട്ടിക്കൽ ഇൻസൈഡർഷിപ്പ്, ആത്മവിമർശനത്തിലൂടെയുള്ള പൊതുവിമർശനമാണ്. ഇത് പലപ്പോഴും ആത്മനിന്ദയായി വരാം. എന്നാലും വെർച്വൽ റിയാലിറ്റിയെ, അവാസ്തവികമായ യാഥാർത്ഥ്യത്തെ പോയറ്റിക് ട്രൂത്ത് കൊണ്ട്, കാവ്യസത്യം കൊണ്ട് മറികടക്കുന്ന ഒരു അതിജീവന കലാതന്ത്രം ഈ ഉൾപോരാളിക്ക് ഉണ്ട്. നിരന്തര വിപ്ലവം എന്ന ബോധമുള്ള ഒരു സഖാവ് എപ്പോഴും ഉൾനില പോരാളിയായിരിക്കും, വിട്ടുവീഴ്ചയില്ലാത്തവനായിരിക്കും, സത്യങ്ങൾ തുറന്നു പറയുന്നവനായിരിക്കും. കാവ്യരാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയ കവിതയിലല്ല, കാവ്യരാഷ്ട്രീയത്തിൽ ഈ മനോഭാവം പുലർത്തിയ ഏക മലയാള കവി വൈലോപ്പിള്ളിയാണ്.
ഒറ്റ വെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് വീമ്പ് പറഞ്ഞ് വെട്ടിയവർക്കൊക്കെ എന്തു സംഭവിച്ചു? കാണുനാം ആദിമാനുഷരോളം എന്നാണ് വൈലോപ്പിള്ളി അതിന് നൽകുന്നത്. ഉത്തമാംഗം വയറാണോ തലച്ചോറാണോ എന്ന് പട്ടാമ്പി കോളേജില് വിദ്വാൻ CS നായരുടെ അനന്തരവനായ പണ്ഡിതർ ഗോപി മാഷ് കളിയാക്കി ചോദിക്കാറുണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഉത്തമാംഗത്തിന്റെ ഒരു കാലമായി. പൊൻകുന്നം ദാമോദരനെ പോലുള്ള കവികളൊക്കെ ഉത്തമാംഗം വയറാണെന്ന് ഘോഷിച്ച കവികളാണെന്നൊക്കെ അങ്ങനെ പുലഭ്യം കേട്ട് നടന്നിരുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ഉത്തമാംഗം ഉദരം എന്ന കാഴ്ചപ്പാടല്ല വേണ്ടത് എന്ന് തന്നെ വൈലോപ്പിള്ളി പറയുന്നത്. ഒരു ഇത്തിരി മെയ്യിന്, ഈ മെയ്യ് പോറ്റുവാൻ ഇത്തിരി മതി, ഓരാ സർവം മാനുഷസത്ത പുലർത്താൻ, ആ ഹ്യൂമൻ സ്പിരിറ്റ് പുലർത്തുവാൻ, ഹ്യൂമൻ എസൻസ് പുലർത്തുവാൻ എന്തൊക്കെ ഉണ്ടായാലും മതിയാവില്ല എന്ന് വിളിച്ചു പറയാൻ പുരോഗമന കലാസാഹിത്യ സംഘം ഉണ്ടാകും മുമ്പേ തന്നെ വൈലോപ്പിള്ളിക്ക് കഴിഞ്ഞു. പിൽക്കാലത്ത് ദേവി ആർദ്രത എന്ന പ്രയോഗം വൈലോപ്പിള്ളിയുടെ കുടിയൊഴിച്ചു. പിൽക്കാലത്ത് ദേവി ആർദ്രതയെ കുടിവെച്ച മനസ്സുമായി പൂക്കാസ പ്രസിഡന്റ് എന്ന നിർബന്ധ ബന്ധത്തിൽ ബാന്ധവത്തിൽ പെട്ടു. വാലുറ്റോരു നവീന യുഗത്തിൽ വാഗത്തോക്കുകൾ വിരിയിക്കുന്ന കവിതയാണ് പന്തങ്ങൾ. ആ പന്തങ്ങൾ എഴുതിയ കവി ഭൗതിക മധ്യമേഖലയിൽ കുടുങ്ങിയവരെ താക്കീത് ചെയ്തുകൊണ്ടിരുന്നു. എന്തൊക്കെ കൊടികളുണ്ടായാലും കവികളായ ഞങ്ങളുടെ കൊടി പൂവാണ് എന്ന് ഉദ്ഘോഷിച്ച കവിയാണ് വൈലോപ്പിള്ളി. കന്നിക്കൊയ്ത്തുകാരും മകരക്കൊയ്ത്തുകാരും ആയ തൊഴിലാളി വർഗ ചേരിയിലെ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ ആണ് വൈലോപ്പിള്ളി. അതൊക്കെ വിസ്തരിച്ച് പറയാൻ എനിക്ക് സമയമില്ല, ഇവിടെ നിർത്തുന്നു. വിസ്തര ഭയം എന്നൊരു ഭയം പാർട്ടി ആചാരങ്ങളുടെയും പിടിവാശികളുടെയും എറാൻമൂളികളാകാതെ കവിതയിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒരു സൗവർണ പ്രതിപക്ഷമാകാൻ, നീതിയുടെ വക്താക്കളാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. അന്നന്നത്തെ ജീർണതകളെ അന്നന്ന് തന്നെ വെട്ടി മൂടണം, അല്ലെങ്കിൽ പൊട്ടിയാട്ടണം. നീതിയുടെയും സത്യത്തിന്റെയും ശിവോതിയെ അകത്തു കുടിയിരുത്തണം. ഇതൊരു നിരന്തര വിപ്ലവമാണ്. എത്രയോ പുരാതനവും നവീനവുമായ ആശയങ്ങൾ നാം കൊല്ലം തോറും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. വല്ലതും പുലരുന്നുണ്ടോ, പാലിക്കപ്പെടുന്നുണ്ടോ? അതുകൊണ്ടാവും എടശ്ശേരി മുഷിഞ്ഞു പറഞ്ഞത്, പോയാണ്ടിലും ഇതേ മട്ടിൽ വരിച്ചേൻ ഞാൻ ഒരാശയം, അത് ഇരുണ്ട് അഴൽ ചാറുമ്പോൾ കൊട്ടിയാട്ടുക താൻ വരം. അങ്ങനെ കൊട്ടിപ്പുറത്ത് ശിവോതി അകത്ത് എന്ന് തന്നെയാണ് നിരന്തരമായി ഒരു കവി പറയേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും.